ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഓണപരീക്ഷയുടെ അടിസ്ഥാന പാഠാവലിയുടെ മോഡൽ ചോദ്യപേപ്പറാണ്. പരീക്ഷയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ആദ്യം നിങ്ങൾക്ക് അവിടെ നൽകിയിട്ടുണ്ട്. സമയത്തിൻ്റെ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആ സമയത്ത് ചോദ്യങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും ഉത്തരങ്ങൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, ആദ്യം എഴുതേണ്ട ചോദ്യത്തിന് ഉത്തരം ഏതാണ് എന്നൊക്കെയുള്ളത് മാർക്ക് ചെയ്യാനൊക്കെയുള്ള സമയമാണ്. പിന്നെ 6 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതണം. ചോദ്യങ്ങളിലുള്ള ഉപചോദ്യങ്ങൾക്കും ഉത്തരം നിർബന്ധമായും എഴുതണം. അതായത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ABC അങ്ങനെ പാർട്ടുകൾ ഉണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ 2ാമത്തെയും 5ാമത്തെയും ചോദ്യങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. അതായത് ഒന്നുകിൽ A ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, അല്ലെങ്കിൽ B ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. A, B എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയാവും. നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. സ്വപ്നത്തിലെ തത്ത. ഒരിടത്തൊരിടത്ത് വലിയൊരു നഗരത്തിൽ എഴുതാൻ ആഷ്ലി എന്നൊരു കൊച്ചു പെൺകുട്ടി ജീവിച്ചിരുന്നു. ആഷ്ലിക്ക് മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു. വീട്ടിൽ അച്ഛനമ്മമാർ മലയാളം സംസാരിക്കുമെങ്കിലും അവൾ സ്കൂളിലും കൂട്ടുകാരുമായും സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഒരു ദിവസം രാത്രി ആഷ്ലി ഒരു സ്വപ്നം കണ്ടു. അവളുടെ വീടിന്റെ ജനലരികിൽ മനോഹരമായൊരു തത്തമ്മ വന്നിരുന്നു. പച്ച നിറമുള്ള ആ തത്തമ്മ അവളെ നോക്കി ചിരിച്ചു. ആഷ്ലി തത്തമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ തത്തമ്മയ്ക്ക് അവളുടെ ഭാഷ മനസ്സിലായില്ല. തത്തമ്മ എന്തൊക്കെയോ ചിറകുകൾ അനക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആഷ്ലിക്കൊന്നും മനസ്സിലായില്ല. അവൾക്ക് സങ്കടമായി. എനിക്ക് അവൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ആഷ്ലി മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് തത്തമ്മയുടെ രൂപം മാറി. അതൊരു വൃദ്ധയായ സ്ത്രീയായി മാറി. അവർ സ്നേഹത്തോടെ ആഷ്ലിയുടെ അടുത്തേക്ക് വന്നു. മോളെ, ആ വൃദ്ധ പറഞ്ഞു, നിന്റെ മാതൃഭാഷ അറിയാത്തതുകൊണ്ട് എത്ര നല്ല കാര്യങ്ങളാണ് നിനക്ക് നഷ്ടമാകുന്നതെന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. ആഷ്ലിക്കൊന്നും മനസ്സിലായില്ല. എന്ത് കാര്യങ്ങൾ? അവൾ ചോദിച്ചു. നിന്റെ മുത്തശ്ശി പറഞ്ഞു തരാൻ കൊതിച്ച കഥകൾ, നിന്റെ നാട്ടിലെ പാട്ടുകൾ, പഴമൊഴികൾ, നിന്റെ പൂർവികരുടെ ചരിത്രം, ഇതെല്ലാം നിനക്ക് നഷ്ടമാവുന്നു. ആഷ്ലിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. മാതൃഭാഷ ഒരു പുഴ പോലെയാണ് മകളെ, ആ വൃദ്ധ പറഞ്ഞു. അത് നിന്റെ പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ പുഴ വറ്റിയാൽ നിന്റെ വേരുകൾ ഉണങ്ങിപ്പോകും. ആഷ്ലി ഉറക്കമുണർന്നത് മാതൃഭാഷ പഠിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു. ഇനി നമുക്ക് അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോന്നായി നോക്കാം. ചോദ്യം A, ആഷ്ലിയുടെ സവിശേഷത എന്തായിരുന്നു? മലയാളം നന്നായി സംസാരിക്കും. മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. വിവിധ ഭാഷകൾ അറിയാമായിരുന്നു. മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു എന്നതാണല്ലേ. ചോദ്യം B, തത്തമ്മ ഏത് രൂപത്തിലേക്കാണ് മാറിയത്? സുന്ദരിയായ ഒരു യുവതി, ഒരു കൊച്ചുകുട്ടി, വൃദ്ധയായ സ്ത്രീ, കരുത്തുള്ള യുവതി. വൃദ്ധയായ സ്ത്രീയാണ്. ചോദ്യം C, മാതൃഭാഷയുടെ പ്രത്യേകതയായി കഥയിൽ സൂചിപ്പിക്കുന്നതെന്ത്? പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു പുഴയാണ് മാതൃഭാഷ. തത്തമ്മയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഭാഷയാണ് മാതൃഭാഷ. സൗന്ദര്യമുള്ള ഭാഷയല്ല മാതൃഭാഷ. വേരുകളില്ലാത്ത ഭാഷയാണ് മാതൃഭാഷ. പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു പുഴയാണ് മാതൃഭാഷ എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം D, മാതൃഭാഷ ഒരു പുഴ പോലെയാണ് മകളെ. ആ പുഴ വറ്റിയാൽ നീ ഇല്ലാതാകും. പ്രസ്താവനയുടെ പൊരുളെന്ത്? ഭാഷയും പുഴയും ഒന്നാണ്. പുഴയുടെ വലുപ്പം ഭാഷയ്ക്കില്ല. ജീവിതവും സംസ്കാരവും നിലനിർത്താൻ പുഴ പോലെ തന്നെയാണ് ഭാഷയും സഹായിക്കുന്നത്. പുഴയുടെ അടിയിലാണ് ഭാഷ. ജീവിതവും സംസ്കാരവും നിലനിർത്താൻ പുഴ പോലെ തന്നെയാണ് ഭാഷ സഹായിക്കുന്നത് എന്നതാണ് ശരിയായ ഉത്തരം. പ്രവർത്തനം 2, വിശകലനക്കുറിപ്പ് അല്ലെങ്കിൽ അഭിപ്രായക്കുറിപ്പ്. 2ൽ A, വിശകലനക്കുറിപ്പ്. മണ്ണിൽ വേർപ്പു വിതച്ചവർ തന്നീണമായി വന്നു. അന്നു പാടിയ പാട്ടിൽ ഊഞ്ഞാലാടി മലയാളം. കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി. നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. ONV കുറുപ്പിന്റെ മലയാളം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് തന്നിട്ടുള്ളത്. മലയാള ഭാഷയുടെ വളർച്ചയെക്കുറിച്ചും എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചും ഒളപ്പമണ്ണ പഞ്ചവർണ്ണ കിളി എന്ന കവിതയിൽ പറയുന്നുണ്ട്. ONV കുറുപ്പിന്റെ മലയാളം എന്ന കവിതയിലെ വരികളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാള ഭാഷയുടെ വളർച്ചയിൽ എഴുത്തച്ഛന്റെ രചനകൾക്ക് മുഖ്യ പങ്കാണ് ഉള്ളത്. ഒളപ്പമണ്ണ എഴുതിയ പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിൽ മലയാള കവിതയെ പഞ്ചവർണ്ണക്കിളിയായി സങ്കല്പിക്കുന്നു. പച്ചച്ചിറകും മഴവില്ലിന്റെ കഴുത്തും മലയാള കവിതയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പിലാണ് ഈ പഞ്ചവർണ്ണക്കിളി വന്നിരിക്കുന്നത്. കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, കാഞ്ഞിരമരത്തിന് പോലും കവിതയുടെ മാധുര്യം ലഭിച്ചിരിക്കുന്നു എന്നും പറയുന്നു. ONV കുറുപ്പിന്റെ മലയാളം എന്ന കവിതയിലും മലയാള ഭാഷയുടെ മഹത്വമാണ് നമുക്ക് കാണാനാവുന്നത്. മണ്ണിൽ വിയർപ്പ് വിതച്ചവന്റെ പാട്ട് അഥവാ കർഷകന്റെ, അധ്വാനിക്കുന്നവന്റെ പാട്ടായി മാറുകയാണ് മലയാളം. അവരുടെ ആ പാട്ടിൽ മലയാള ഭാഷ ഊഞ്ഞാലാടി എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. മലയാള ഭാഷയെ നെഞ്ചോട് ചേർത്ത് ലാളിക്കുന്ന ഗുരുവിനെയും കവി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. 2 കവിതകളും മലയാളത്തിന്റെ വളർച്ചയും മനോഹാരിതയും നമുക്ക് കാണിച്ചു തരുന്നു. 2ാമത്തെ പ്രവർത്തനത്തിലുള്ള B ചോദ്യം, അഭിപ്രായക്കുറിപ്പ്.
മധുരിക്കുന്നു പച്ചക്കിളിനിൻ കൊക്കാഴ്ത്തുന്ന മലരും കനിയും ഉൾത്തേനുമീ മലയാളം. പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിൽ ഒളപ്പമണ്ണ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാള ഭാഷയുടെ വളർച്ചയിൽ എഴുത്തച്ഛന്റെ രചനകൾക്ക് മുഖ്യ പങ്കാണുള്ളത്. ഒളപ്പമണ്ണ എഴുതിയ പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിൽ മലയാള കവിതയെ പഞ്ചവർണ്ണക്കിളിയായി സങ്കല്പിക്കുന്നു. പച്ചച്ചിറകും മഴവില്ലിന്റെ കഴുത്തും മലയാള കവിതയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പിലാണ് ഈ പഞ്ചവർണ്ണക്കിളി വന്നിരിക്കുന്നത്. കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, കാഞ്ഞിരമരത്തിന് പോലും കവിതയുടെ മാധുര്യം ലഭിച്ചിരിക്കുന്നു എന്നും പറയുന്നു. കൊക്കാഴ്ത്തുന്ന മലരും കനിയും ഉൾത്തേനും എന്ന പ്രയോഗം കവിതയിൽ ഏറെ ശ്രദ്ധേയമാണ്. കിളി പൂക്കളിൽ നിന്നും കനികളിൽ നിന്നും തേൻ ശേഖരിക്കുന്നത് പോലെ തന്നെ മാതൃഭാഷ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും മധുരം നമുക്ക് നൽകുന്നു എന്നാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രവർത്തനം 3 വായനക്കുറിപ്പ്. തെന്നാലി രാമന്റെ സ്വന്തം ഭാഷ എന്ന കഥ വായിച്ചല്ലോ. ആ കഥ ഇഷ്ടമായതിന്റെ കാരണം വ്യക്തമാക്കി കഥയുടെ വായനക്കുറിപ്പ് തയ്യാറാക്കുക. തെന്നാലി രാമൻ കഥകൾ എന്നും വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഫലിത രൂപേണ കാര്യകാരണങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് തെന്നാലി രാമൻ കഥകൾ അധിക ആളുകൾക്കും പ്രിയപ്പെട്ടതാവുന്നത്. സ്വന്തം ഭാഷ എന്ന കഥ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണവും അതുതന്നെയാണ്. കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിയ ഒരു വിദ്വാൻ തനിക്ക് പല ഭാഷകളിലും പ്രാവീണ്യമുണ്ടെന്നും തന്റെ മാതൃഭാഷ ഏതെന്ന് കണ്ടുപിടിക്കാനാവുമോ എന്നും രാജാവിനെ വെല്ലുവിളിക്കുന്നു. രാജാവ് പല ഭാഷകളിലും പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരെ തന്റെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നാൽ വിദ്വാൻ പല ഭാഷകളും വളരെ അനായാസമായി കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും മാതൃഭാഷ ഏതെന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായി തോന്നി. ആ നേരമാണ് രാജാവ് തെന്നാലി രാമനോട് വരാനായി പറയുന്നത്. തെന്നാലി രാമൻ കടന്നു വരുമ്പോൾ ആ വിദ്വാന്റെ കാലിലൊന്ന് ചവിട്ടുകയും അദ്ദേഹത്തിന്റെ മാതൃഭാഷ മലയാളമാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. കാരണം മറ്റൊന്നുമായിരുന്നില്ല. നമ്മുടെ വേദനകളും സന്തോഷങ്ങളും ഏതു വികാരവുമായിക്കൊള്ളട്ടെ, അത് പങ്കുവെക്കാൻ ഏറ്റവും എളുപ്പം മാതൃഭാഷ തന്നെയാണ് എന്ന് തെന്നാലി രാമന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വിദ്വാന്റെ കാലിൽ ചവിട്ടിയപ്പോൾ വേദനിച്ച് വിദ്വാൻ അമ്മ എന്ന് നിലവിളിച്ചത്. ഈ സന്ദർഭം വായിക്കുമ്പോൾ നമുക്ക് ഫലിതമായി തോന്നുമെങ്കിലും മാതൃഭാഷയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഇതിൽ തന്നെ ഒരു ഉപചോദ്യമുണ്ട്. ചോദ്യം ബി. മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. അറിവിനെ അനുഭൂതിയാക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലാണ്. 2. മാതൃഭാഷയിലൂടെയാണ് ഏറ്റവും നന്നായി ഭാവന ചെയ്യാൻ കഴിയുന്നത്. 3. മാതൃഭാഷ നിരന്തരം ഉപയോഗിച്ചില്ലെങ്കിൽ മറന്നുപോകും. 4. മാതൃഭാഷ കൂടുതലും ഉപയോഗിക്കുന്നത് എഴുത്തിനാണ്. ഇതിൽ 1ഉം 2ഉം ആണ് ശരി. അപ്പോൾ അതായത് എ ആണ് ശരിയായി വരുന്നത്. ഇതിലെ മറ്റൊരു ഉപചോദ്യം സി. ചുവടെ ചേർത്തിരിക്കുന്ന പദസമൂഹത്തിൽ ഉചിതമായത് കണ്ടെത്തുക. 1. കവുങ്ങുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് പാക്ക്, പാള, ഊഞ്ഞാൽ തുടങ്ങിയവ. 2. ഓണവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് കോടി, പൂക്കളം, മാവേലി തുടങ്ങിയവ. 3. ഗ്രാമവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് നടവഴി, പാടം, നാട്ടുകാർ തുടങ്ങിയവ. 4. വയലുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഞാറ്, കതിര്, പന്തുകളി തുടങ്ങിയവ. ഇതിൽ 2ഉം 3ഉമാണ് ശരിയായവ. അപ്പോൾ 2, 3 ഉചിതം. ബി ആണ് ഉത്തരം. പ്രവർത്തനം 4 പോസ്റ്റർ. വിദ്യാലയത്തിലെ ഭാഷാ ക്ലബിന്റെ ഭാഗമായി നാട്ടിലെ പ്രാദേശിക സ്വഭാവമുള്ള വാക്കുകൾ ശേഖരിച്ച് കുട്ടികൾ ഒരു പ്രാദേശിക നിഘണ്ടു തയ്യാറാക്കി. നിഘണ്ടുവിന്റെ പ്രകാശനം പരിസ്ഥിതി പ്രവർത്തകയായ ശ്രീമതി ഇന്ദുലേഖ നിർവഹിക്കും. ഈ വിവരം കുട്ടികളെ അറിയിക്കാനായി പോസ്റ്റർ തയ്യാറാക്കുക. തലക്കെട്ട്, പോസ്റ്റർ വാചകം, തീയതി, സ്ഥലം, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തുമല്ലോ. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആദ്യം ഒരു ബോർഡർ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനൊരു ഹെഡിങ് കൊടുക്കുക. മധുരം, ലളിതം, സുന്ദരമീ ഭാഷ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഷാ ക്ലബിന്റെ ഭാഗമായി നാട്ടിലെ പ്രാദേശിക സ്വഭാവമുള്ള വാക്കുകൾ ശേഖരിച്ച് കുട്ടികൾ ഒരു ഭാഷാ നിഘണ്ടു തയ്യാറാക്കിയിരിക്കുന്നു. ഈ പ്രാദേശിക നിഘണ്ടുവിന്റെ പ്രകാശനം ബഹുമാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ശ്രീമതി ഇന്ദുലേഖ 20/8/2025 ബുധൻ രാവിലെ 11 മണിക്ക് നിർവഹിക്കുന്നു. ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രവർത്തനം 5 ലഘു ഉപന്യാസം. 2ആയിട്ട് ഉപചോദ്യം വരുന്ന പ്രവർത്തനമാണ്. 5ൽ എ. പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും ഭാഷയിൽ തന്നെയാണ്. മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ ഡോക്ടർ വത്സൻ വാതുശ്ശേരി തെങ്ങുമായി ബന്ധപ്പെട്ട പ്രാദേശിക പദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവ ഉദാഹരിക്കുന്നുണ്ട്. ഇതുപോലെ പലതരം സസ്യങ്ങൾ, കൃഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ പലതും ഇന്ന് നിലവിലില്ല. ഇവ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പരിശോധിച്ചും മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തും ലഘു ഉപന്യാസം തയ്യാറാക്കുക. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. ആ സാമൂഹിക ജീവിതത്തെ കോർത്തിണക്കുന്ന കണ്ണിയാണ് ഭാഷ. ലോകത്തിന്റെ കോണിൽ എവിടെയായിരുന്നാലും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും സ്വന്തം മാതൃഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സിന്റെ രൂപീകരണത്തിൽ മാതൃഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് നമുക്ക് പറയാനാവും.
മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നത് ഭാഷയിലൂടെയാണ്. പരിസ്ഥിതിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും നാം ആദ്യം പരിചയപ്പെടുന്നത് ഒരുപക്ഷെ മാതൃഭാഷയിലൂടെ ആയിരിക്കാം. പിറന്ന ഒരു കുഞ്ഞിൽ നിന്നും കുഞ്ഞിന്റെ വിവിധ വളർച്ചാഘട്ടങ്ങളിൽ പരിസ്ഥിതി അവനെ വലിയ അർത്ഥത്തിൽ തന്നെ സ്വാധീനിക്കുന്നു. ആദ്യകാലത്തൊക്കെ മാതൃഭാഷയുടെ ഉപയോഗം വളരെ വലുതായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പല വാക്കുകളും പല വാക്യങ്ങളും നമുക്ക് അന്യമായിരിക്കുന്നു. പണ്ട് പ്രചാരത്തിലുള്ള പല വാക്കുകളും ഇന്ന് നിലവിലില്ല എന്നതാണ് സത്യം. നമ്മുടെ വീട്ടുപരിസരത്തുള്ള പല ഔഷധ സസ്യങ്ങളുടെ പേരുകളും പ്രയോഗങ്ങളും എല്ലാം നമ്മുടെ പഴമക്കാർക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇന്ന് ആ പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കാതെ വരികയും പരിസ്ഥിതിയിൽ ആ സസ്യങ്ങൾ തന്നെ അന്യം നിന്ന് പോവുകയും ചെയ്യുന്നു. ഇവിടെ ആ സസ്യം അല്ലെങ്കിൽ ആ പരിസ്ഥിതി ഘടകം ഇല്ലാതാകുന്നതോടുകൂടി അതിന്റെ പേരും അഥവാ ഭാഷ തന്നെയാണ് ഇല്ലാതാവുന്നത്. ഇത്തരത്തിൽ ഓരോ മേഖലകളിലും തൊഴിലിലും പെരുമാറ്റച്ചട്ടങ്ങളിലും മാറ്റങ്ങൾ വരുന്നതോടെ ഭാഷയ്ക്കും ഗണ്യമായ മാറ്റം വരുന്നു. ഒരു തരത്തിൽ മനുഷ്യൻ പുരോഗതി പ്രാപിക്കുന്നതനുസരിച്ച് മാതൃഭാഷ ഇല്ലാതാവുകയാണ് എന്ന് പറയേണ്ടി വരും. പ്രവർത്തനം 5-ൽ തന്നെയുള്ള ബി ചോദ്യം: ചിന്തിക്കാനും സ്വപ്നങ്ങൾ കാണാനും നേരമ്പോക്ക് പറയാനും ചിരിക്കാനും കരയാനും നേരും കള്ളവും ഒക്കെ പറയാനും നമുക്ക് മാതൃഭാഷ വേണം. ഈ പ്രസ്താവനയെ മനസ്സു തുറക്കാം എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങളുമായി മാതൃഭാഷ മനസ്സിന്റെ ഭാഷ എന്ന വിഷയത്തെക്കുറിച്ച് ലഘുപന്യാസം എഴുതുക. മാതൃഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ്. ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഭാഷയാണ്. അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നു. അതോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം കേൾക്കുന്നതും പരിചയപ്പെടുന്നതും സംവദിക്കാൻ ശ്രമിക്കുന്നതുമായ ഭാഷ മാതൃഭാഷയാണ്. ഒരാൾ തന്റെ വേദനയും സന്തോഷവും എന്നുവേണ്ട എല്ലാ വികാരങ്ങളും ആദ്യം തുറന്നു കാട്ടുന്നത് മാതൃഭാഷയിലൂടെ ആയിരിക്കും. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു അറിവും എന്തുമായിക്കൊള്ളട്ടെ, അത് അവന്റെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ അത് മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം. മാതൃഭാഷയിൽ രചിക്കപ്പെട്ട എഴുത്തുകൾക്കാണല്ലോ നമ്മൾ അധികം വികാരാതീതരാവുക. മാതൃഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല, നമ്മുടെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ മനസ്സ് ജീവിക്കുന്നത് സ്വന്തം മാതൃഭാഷയിലാണെന്ന് നമുക്ക് പറയാം. പ്രവർത്തനം 6: ആസ്വാദനക്കുറിപ്പ്. പണ്ടൊരു കടലും മലയും ചേർന്ന് കുഞ്ഞൊരു നാടിനെ ലാളിച്ചു. കേരളമെന്നു വിളിച്ചു നീളെ തെങ്ങിൻ തണലും തന്നു. മധുരമനോഹരമായൊരു ഭാഷ മലയാളത്തെ തന്നു. ഇന്നും നമ്മളതാദ്യം കേൾക്കും, പിന്നീടെന്നും നമ്മൾ വാഴ്ത്തും. കേരം തിങ്ങും കേരളവും മലയാളം പോലൊരു മൊഴിയും. എത്ര മനോഹരം എത്രയനുഗ്രഹം എല്ലാം തന്നതു പ്രകൃതി. ശ്രീകുമാരൻ എഴുതിയ വരികളാണ്. കേരളത്തെ മനോഹരമായി വർണ്ണിക്കുന്ന കവിത വായിച്ചില്ലേ? കേരളത്തെയും മലയാളത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കുക. കേരളത്തിന്റെയും മലയാളത്തിന്റെയും ഭംഗിയെയും പ്രാധാന്യത്തെയും വിവരിക്കുന്ന അതിമനോഹരമായൊരു കവിതയാണ് പ്രശസ്ത കവി ശ്രീകുമാരന്റെ ഈ വരികൾ. പണ്ടൊരു കടലും മലയും ചേർന്ന് കുഞ്ഞൊരു നാടിനെ ലാളിച്ചു എന്നാണ് കേരള മണ്ണിനെ ആദ്യമായി അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് വിശാലമായ കടലിന്റെയും തിങ്ങി നിൽക്കുന്ന മലകളുടെയും ഭംഗിയാൽ സമ്പന്നമാണ് കേരളം എന്നാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. കേരളമാകെ നീളെ തെങ്ങിൻ തണലുകൾ കൊണ്ട് സമൃദ്ധമാണ്. മലയാള ഭാഷയെ മധുര മനോഹരമായ ഭാഷ എന്നാണ് കവി പ്രയോഗിച്ചിരിക്കുന്നത്. ഈ മധുര മനോഹരമായ ഭാഷ കൊണ്ട് കേരളം വ്യത്യസ്തമായി മാറുന്നു. തിങ്ങി നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ കൊണ്ടും മനോഹരമായ മലയാളം കൊണ്ടും കേരളത്തെ നമ്മൾ എന്നും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. മനോഹാരിതയ്ക്കൊപ്പം ഇതൊരു വലിയ അനുഗ്രഹമാണ് എന്നാണ് കവി പറയുന്നത്. പ്രകൃതി തന്ന ഈ അനുഗ്രഹങ്ങളാൽ എല്ലാം തന്നെ നമ്മുടെ നാട് പുണ്യയാക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കവിതയുടെ ലഘുസാരം. നമ്മുടെ മലയാള നാടിനെ അടുത്തറിഞ്ഞിരിക്കുന്നു പ്രശസ്ത കവി ശ്രീകുമാരൻ എന്ന് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എത്ര മനോഹര എത്ര അനുഗ്രഹം എല്ലാം തന്നത് പ്രകൃതി എന്ന വരികളാണ് എനിക്കിതിലേറെ ഇഷ്ടമായത്. കേരള നാട് പ്രകൃതിയാൽ മനോഹരിയാക്കപ്പെട്ടിരിക്കുന്നു എന്നതിലുപരി അനുഗ്രഹപ്പെട്ടിരിക്കുന്നു എന്നാണ് കവി ഈ വരികൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ആസ്വാദ്യകരമായ ഒരു കവിതയാണ് ഇത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് കേട്ടോ അടിസ്ഥാന പാഠാവലിയുടെ ഈ മോഡൽ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുമായി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ വരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്